നിങ്ങളെല്ലാവരും മസാല ചായ കുടിച്ചിട്ടുണ്ടാവും അല്ലേ? പക്ഷെ മസാല ചായ കൊണ്ടൊരു കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ചായ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 ഗ്രാമ്പു, പിന്നെ 2 ഏലക്കായ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇടാം. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ഇടാം. പിന്നെ അതിലേക്ക് തിളച്ച് വരുമ്പോൾ ചായപ്പൊടി ഇടണം. ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/4 കപ്പ്. നന്നായി തിളച്ചിട്ടുണ്ട്. ഈ ഇഞ്ചിയുടെയും ഏലക്ക ഗ്രാമ്പു ഒക്കെ ഇട്ടില്ലേ, അതെല്ലാം നന്നായി ഒന്ന് ചായയിലേക്ക് ഇറങ്ങി വരട്ടെ. അതുവരെ കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. നമുക്ക് അത് ഒരു ബൗളിലേക്ക് അരിച്ചൊഴിക്കാം. ഇതിന് തണുക്കട്ടെ. തണുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ ആട്ടോ. ഞാനിടുന്നത് പഞ്ചസാര വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ ഇടുന്നത്. ഇത് നന്നായിട്ട് വിസ്കും കൊണ്ട് ഈ ഷുഗർ ഒന്ന് അലിഞ്ഞു വരുന്നവരെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്താട്ടോ. ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി ബട്ടറും ഈ ചായയും ഈ ഷുഗറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ഇല്ലേ, അതും കൂടി ഇടണം കേട്ടോ. ഞാനതിൽ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് അരിച്ച് ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ കട്ടയില്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാഷു, ഇത് ബേബി ക്യാഷു എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്, അങ്ങനെ മേടിച്ചതാണിത്. ക്യാഷു ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടാലും മതി. അങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്കൊരു കേക്ക് മോൾഡിലേക്ക് ഇത് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മോൾഡ് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ബാറ്റർ പോർ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മേലെ നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കാഷ്യൂ, ബദാം, പിന്നെ പംകിന്റെ സീഡ് അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇഷ്ടമുള്ളത് പോലെ ഇട്ട് കൊടുക്കാം. ഒന്നും കൂടെ ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ചെറുതായിട്ട് ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നല്ല ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. സിനമൺ പൗഡറിൻ്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.